വ്യാഴാഴ്ച വൈകിട്ട് 3:45-ഓടെയായിരുന്നു അപകടം. സ്കൂളിൽ നിന്ന് റോഡിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന 5 കുട്ടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞുകയറിയത്. ലോറി വരുന്നത് കണ്ട് ഒരു വശത്തേക്ക് ഓടിമാറിയ അഷ്ന എന്ന കുട്ടി മാത്രം രക്ഷപ്പെട്ടു. ബാക്കി 4 പേർ ലോറിക്കടിയിലും സമീപത്തെ ചാലിനുമിടയിലുമായി കുടുങ്ങിയ നിലയിലായിരുന്നു. സംഭവ സമയത്ത് ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നു പോകുമ്പോഴാണ് ആ ലോറി വന്നത്. ഞാൻ കുറച്ച് പുറകിലായിരുന്നു. ലോറി തട്ടി തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഞാൻ വീണു. അപകടം കണ്ട ആദ്യം എന്നെ വന്നെടുത്തത് ഇർഫാനയുടെ ഉമ്മയാണ്. കൂട്ടുകാരെ രക്ഷിക്കാൻ ആയില്ലെന്ന തീരാ സങ്കടത്തിൽ നോവായിരുന്നു അവളുടെ വാക്കു നിറയെ. ഇർഫാന അപകടത്തിൽപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഉമ്മയെക്കുറിച്ചും ഓർത്തും വിങ്ങിപ്പൊട്ടി. ദന്ത ഡോക്ടറെ കാണാനെത്തിയ ഇർഫാനയുടെ ഉമ്മ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടിരുന്നു. ലോറി വന്നിടിച്ചതും അവർ ഓടിച്ചെന്ന് വീണുകിടന്ന അജ്നയെ വാരിയെടുത്ത് ഓടിക്കൂടിയവരിൽ ഒരാൾ അജ്നയോട് പേരും വിലാസവും ചോദിച്ചു. വീട്ടുകാരെ വിവരമറിയിച്ചു. രക്ഷിതാക്കൾ എത്തി അജ്നയെ കൊണ്ടുപോകുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ കുട്ടികളുടെ റൈറ്റിംഗ് പാഡും കുടയുമെല്ലാം അജ്നയുടെ ബാഗിലായിരുന്നു. തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മിഠായി വാങ്ങി കഴിച്ചാണ് അവർ കളിച്ചിരിയുമായി നടന്നുപോയത്. ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു. ഇന്നത്തെ ഹിന്ദിയാണ് ടെൻഷൻ. ആ ആശങ്ക പങ്കിട്ടാണ് അവർ സ്കൂളിൽ നിന്നും തിരികെ നടന്നത്. ഇതിനിടെ നിതയുടെ നനഞ്ഞ കുട ബാഗിൽ വെക്കാൻ ഇടമില്ലെന്നും പറഞ്ഞ് അജ്നയെ ഏൽപ്പിച്ചു. എങ്കിൽ നീ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായി നിത. അജ്നയുടെ ഒരു പെൻസിൽ ബോക്സ് നിതയുടെ ബാഗിൽ ഉണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയിട്ട് തരാമെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും 4 പേരെയും മരണം കവർന്നു. 4 കൂട്ടുകാർ ചേർത്ത് പിടിച്ചിരുന്ന അജ്നയുടെ കൈകളിൽ ആ കുടയും റൈറ്റിംഗ് ബോർഡും കുറെ ഓർമ്മകളും ബാക്കി. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അവർ 5 പേരും. അപകടത്തിൽ നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, എസ് ആയിഷ എന്നിവർ മരിച്ചപ്പോൾ അജ്ന മാത്രമാണ് രക്ഷപ്പെട്ടത്. ആയിഷ 8 ഇ ഡിവിഷനിലും മറ്റ് 4 പേർ ഡി ഡിവിഷനിലുമായിരുന്നു. ദിവസവും ഒരുമിച്ചാണ് പോയി വന്നിരുന്നത്. ഇർഫാനയെ ഡെന്റൽ ഡോക്ടറെ കാണിക്കാൻ ഉമ്മ ഫാരിസ പനയമ്പാട്ട് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇർഫാന ഉമ്മയെ കണ്ട നിമിഷത്തിലാണ് ലോറി വന്നിടിച്ചത് എന്ന് അജ്ന പറഞ്ഞു. അജ്ന ദൂരെ വീണതിനാൽ രക്ഷപ്പെട്ടു സിമന്റ് ലോറി പൊടി പറത്തി മറഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ അജ്ന വിറച്ചു നിൽക്കുകയായിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അപകടമോർത്ത് കരയുകയായിരുന്നു അവൾ. അതേസമയം അപകടത്തിൽപ്പെട്ട ലോറിയിലെ ജീവനക്കാരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആശുപത്രിയിൽ കഴിയുന്ന മഹേന്ദ്രന്റെയും ക്ലീനർ വർഗീസിന്റെയും മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. എതിരെ വന്ന വാഹന ഉടമയെ വിശദമായി ചോദ്യം ചെയ്യും. ഈ വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രതീഷിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നു എന്നാണ് കേസ്. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നും ഹൈഡ്രോപ്ലെയിനിങ് സാധ്യത കൂടുതലുള്ള സ്ഥലമായിരുന്നെന്നുമാണ് RDO പറയുന്നത്. ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ്. ഓവർലോഡ് ഇല്ല. ടയറുകൾക്കും പ്രശ്നമില്ല. അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്. മുമ്പ് ഇവിടെ അപകടം നടന്നതിൽ AIT വന്ന് റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടമുണ്ടായത് എന്ന് RDO പറയുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവർ പറയുന്നത്. റോഡിൽ തെന്നൽ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. അപകട കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നുണ്ട്. പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ലോറി സിമന്റ് ലോറി എള്ളിയിടിച്ച് ഇതോടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. ഈ ലോറി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എതിരെ വന്ന ഈ വാഹനത്തിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു.